വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം BBA തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ബിസിനസ് റെഗുലേഷൻ ഫോർ ബികോം ആൻഡ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ BBA. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഡ്യൂൾ 3, 4 ആൻഡ് 5 ആ 3 മോഡ്യൂളിലും 2 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, തൊട്ട് മുമ്പുള്ള 3 വീഡിയോസ് ഉണ്ട്. 3 വീഡിയോസിലും ഇതേപോലെ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം കൂടി ചേർന്നിട്ടുള്ള ഒരു 2 മാർക്സും 5 മാർക്സും അതേപോലെ തന്നെ എസ്എ ടൈപ്പും ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ അതേപോലെ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് ആയിരുന്നു തൊട്ട് മുമ്പുള്ള വീഡിയോസ് എല്ലാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് മോഡ്യൂളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ വീഡിയോ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് മോഡ്യൂളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റി മുൻ വർഷങ്ങളിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഈ പറയുന്ന മോഡ്യൂൾസ് എല്ലാം കഴിഞ്ഞ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്ക് വേറൊരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോവാം. 2 മാർക്സ് ക്വസ്റ്റ്യൻ നോക്കാം. മോഡ്യൂൾ 3ൽ ടിക്ക് മാർക്ക് ഇട്ടതൊക്കെ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ എക്സിസ്റ്റിംഗ് ഗുഡ്സ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് യു മീൻ ബൈ സ്പെസിഫിക് ഗുഡ്സ്. നാലാമത്തെ ചോദ്യം, വാട്ട് ആർ അസർട്ടൈൻ ഗുഡ്സ്, യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഈസ് കണ്ടീഷൻ, ഇതും ചോദിച്ചതാണ്. ദെൻ ആറാമത്തെ, വാട്ട് ഈസ് വാറണ്ടി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് ഒരു 6 ക്വസ്റ്റ്യനിൽ തന്നെ ഒന്നാമത്തെ ചോദിച്ചിട്ടുണ്ട്, 4, 5, 6. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബെയിൽമെൻറ്റ് ആൻഡ് ദ സെയിൽ. 8th വൺ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ കണ്ടീഷൻ ആൻഡ് വാറണ്ടി, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യം. ദെൻ വാട്ട് ആർ ഫ്യൂച്ചർ ഗുഡ്സ്. ദെൻ 10th വൺ, വാട്ട് ഈസ് ഡോക് വാറൻറ്റ്, ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. വാട്ട് യു മീൻ ബൈ എ കാവിറ്റ് ആംപ്റ്റർ, അതും ചോദിച്ചതാണ്. ദെൻ 12th വൺ, ഹൂ ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ്. ദെൻ 13th 13ാമത്തെ, വാട്ട് ഈസ് ഏണസ്റ്റ്, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ്, റൈറ്റ് എ നോട്ട് ഓൺ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ ഏജൻസീസ്, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ്. ദെൻ 15th 15ാമത്തെ ചോദ്യം, വാട്ട് ആർ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ്. ദെൻ 16th, വാട്ട് യു മീൻ ബൈ FOB കോൺട്രാക്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും 2 മാർക്സ് ക്വസ്റ്റ്യൻ ബേസിൽ ചോദിച്ചിരിക്കുക. ഇനി 5 മാർക്സ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 17th വൺ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ, 5 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. ദെൻ 18th 18ാമത്തെ ചോദ്യം, വാട്ട് യു മീൻ ബൈ ആൻ എഗ്രിമെൻറ്റ് ടു സെൽ, വെൻ ഡസ് ഇറ്റ് ബിക്കം എ സെയിൽ. ഓക്കെ, ഇതും 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 18 കഴിഞ്ഞ് 19ാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. 19ാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ സെയിൽ ആൻഡ് എ ഹെയർ പർച്ചേസ് എഗ്രിമെൻറ്റ്, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ്. ദെൻ 20ാമത്തെ, വാട്ട് ആർ ദ സൈലൻറ്റ് ഫീച്ചർ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ചോദിച്ചതാണ് കേട്ടോ യൂണിവേഴ്സിറ്റി. ദെൻ 21ാമത്തെ ചോദ്യം, ഹൗ ഈസ് പ്രൈസ് ഫിക്സ്ഡ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇഫ് എ പ്രൈസ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ ദ പാർട്ടീസ്, വാട്ട് പ്രൈസ് ഈസ് ദ ബയർ ലയബിൾ ടു പേ, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ്. ദെൻ 22ാമത്തെ, വാട്ട് ആർ ദ വേരിയസ് മോഡ്സ് ഓഫ് ഫിക്സിംഗ് ദ പ്രൈസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽസ്, യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. 23ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ റൂൾ നോ വൺ ക്യാൻ ഗിവ് ബെറ്റർ ടൈറ്റിൽ ദാൻ ഹി ഹിംസെൽഫ് ഹാസ്, ഡിസ്കസ് ദ എക്സംഷൻസ് അണ്ടർ ദിസ് റൂൾ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിങ് ഔട്ട് ദ എക്സംഷൻസ് ടു ദ ഡോക്ട്രിൻ ഓഫ് കാവിറ്റ് ആംപ്റ്റർ, യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. 5 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ 2 മാർക്സിനും ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ 25th 25ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ്. 26th ക്വസ്റ്റ്യൻ, വാട്ട് ആർ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് അണ്ടർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണത്. ദെൻ 27th, വാട്ട് ഈസ് ഇംപ്ലൈഡ് വാറണ്ടി ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് സാമ്പിൾ, യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. ദെൻ 28th, വാട്ട് ആർ എക്സ്പ്രസ് കണ്ടീഷൻസ്. Then essay type question, discuss the rules relating to delivery of goods. 30th 30ാമത്തെ ചോദ്യം, examine the rights and duties of buyer under sale of goods act, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ്. essay type ആണ് കേട്ടോ. Then 31ാമത്തെ ചോദ്യം, explain the rights of an unpaid seller or who is an unpaid seller, what are his rights. ചോദ്യം ഏത് തരത്തിൽ ചോദിച്ചാലും ആൻസർ ഒന്ന് തന്നെയാണ്, യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്.
ഓക്കെ. ദെൻ 32ാമത്തെ വാട്ട് ഈസ് ഇംപ്ലൈഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും വാട്ട് ആർ ഇംപ്ലൈഡ് വാറണ്ടീസ് ആസ് പെർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അങ്ങനെ ചോദിച്ചാലും സെയിം ആൻസറാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ദെൻ 34th വാട്ട് ഈസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്. 31st ഹൂ ഈസ് എ കൺസ്യൂമർ. ദെൻ 36 വാട്ട് ഈസ് ദ മോണിറ്ററി ലിമിറ്റ് ഫോർ കമ്പനീസ് ഇൻ ഡിസ്ട്രിക്ട് ഫോറം. ലിമിറ്റ് മാത്രം എന്താണെന്ന് എഴുതി വെച്ചാൽ മതി. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ, യൂണിവേഴ്സിറ്റി ചോദിച്ചതൊന്നുമല്ല, എന്നാലും ജസ്റ്റ് നമുക്കത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. വാട്ട് ഈസ് സൈബർ ക്രൈം. സൈബർ ക്രൈം എന്നാൽ എന്ത്. ദെൻ വാട്ട് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ദെൻ നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ ടാമ്പറിങ്. ദെൻ 14th വാട്ട് യു മീൻ ബൈ എൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, ഇതൊക്കെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ 5 മാർക്സ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് 17th Act 2000. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഇലക്ട്രോണിക് ഗവേണൻസ്. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ 43 ക്വസ്റ്റ്യൻസിൽ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ. 44ാമത്തെ വാട്ട് റെമഡീസ് ഓർ റിലീഫ് ടു കൺസ്യൂമർ. 45ാമത്തെ റൈറ്റ് എ നോട്ട് ഓൺ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം ഡിസ്ട്രിക്ട് ഫോറം. 46 മെൻഷൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻസ് കൗൺസിൽ. ഇതൊക്കെ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ട് ആക്ട്. Then in essay type, what are the provisions of IT Act to facilitate electronic governance. Okay, ഇതാണ് നമ്മുടെ essay type questions ഉള്ളത്. ചില ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 5 മാർക്സ് എന്ന് പറഞ്ഞതിൽ റെയർ കേസിൽ ഇതൊക്കെ ചില ക്വസ്റ്റ്യൻസ് essay ടൈപ്പ് ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് മോഡ്യൂൾ 3, 4, 5 എന്ന് പറയുന്ന 3 മോഡ്യൂളിലും 2 മാർക്സ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 5 മാർക്സ് അതേപോലെ തന്നെ essay ടൈപ്പ്. ഓക്കെ, ഇനി ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ശരിക്കും യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് വേണോ എന്ന് നോക്കില്ല, കാരണം അത്രത്തോളം യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വന്നതൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വീണ്ടും എന്താ പറയുക എക്സ്ട്രാ വരുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ പറയുന്ന 3rd സെമ്മിലെ വേറെ സബ്ജക്ട്സ് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റിൻ്റെയും 2 മാർക്സും 5 മാർക്സും അതേപോലെ തന്നെ essay ടൈപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് തരാം. അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒന്നില്ലെങ്കിൽ 2 സബ്ജക്റ്റ് വെച്ചിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് തരാനും ഞാൻ ശ്രമിക്കാം. നോക്കാം നമുക്കത് എങ്ങനെയാണോ ഒരു ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വരുന്നത് അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നല്ല രീതിയിൽ ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക. ആരും ഫെയിലാവരുത്, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായി കാണും ഈ പറയുന്ന ബിസിനസ് റെഗുലേഷൻ ഫോർ BCom ആൻഡ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ BBA എന്ന് പറയുന്ന ടീമുകാർക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഓരോ മോഡ്യൂളിൽ നിന്ന് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവരും റിവിഷൻ ടൈമാണ്, അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.